അമൂല്യമായ മരത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. കമോ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ട്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നാട്ടുകാരെല്ലാവരും ട്രീ ചിരണ്ടി അതിനെ തോലെടുത്ത് അതിനെ എങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ത് മരാന്ന് മനസ്സിലായോ? ക്യാമറമാൻ കമോൺ. അമ്മ ഒരു ഹെൽപ്പ് തരുമോ? യെസ്. ഈ കാണുന്ന നമ്മുടെ എന്ത് കറുവപ്പട്ടയുടെ മരമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അടിമുടി കണ്ടോ കേട്ടോ. മരം കണ്ടിട്ടുള്ളവർ പിന്നെ കുഴപ്പമില്ല, അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ശരിക്കും കണ്ടോ. ഇതുണ്ടോ മുകളിലേക്കൊക്കെ കറുവപ്പട്ട ഇത് പൂത്തിട്ടുണ്ട്. പൂത്ത് കായും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഈ കറുവപ്പട്ട എല്ലാവർക്കും അറിയാലോ, നമ്മളെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നെയ്ച്ചോറ് സ്പൈസാണ്. അതന്നെ ഒരു സ്പൈസാണ്. അപ്പം ആ സ്പൈസിൽ മെയിൻ ഒരു ഘടകമാണ് നമ്മുടെ എന്ത് കറുവപ്പട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഗായ്സ് അപ്പോൾ ഇവിടെ തന്നെ വന്നിരിക്കുമ്പോൾ ഭയങ്കര സ്മെല്ലാണ്. അപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ എല്ലാവരും ഇതിൻ്റെ തോല് ചിരണ്ടി ഇത് ഈ ചിരണ്ടേക്കുന്ന തോല് ഈ 2-3 ദിവസം മുമ്പ് ചിരണ്ടിയതാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെത്തി വെച്ചിട്ട് ഈ മരത്തിനെ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട്. അമ്മേ എന്നാ ഒരു മണോ. എൻ്റെ വായിക്ക് ഫുള്ള് ആ സ്മെല്ലായിട്ടുണ്ട്. അതുപോലെ ഇച്ചിരി ചവർപ്പും നല്ല മധുരവും ഉണ്ട് കേട്ടോ. അപ്പം നമുക്കറിയാമല്ലേ, ബിരിയാണി ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മളിടും, നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ അതിൻ്റെ ലീഫാണ് ഈ കാണുന്നത്. അപ്പോൾ ഗായ്സ് ഇത് കണ്ട് ഇതിൻ്റെ ലീഫിനും അതുപോലെ തന്നെ നല്ല സ്മെല്ല് ആ കളർ കൂടെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേ ലീഫ്, അറിയാമല്ലോ ബേ ലീഫ്. ഇതും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു റോള് വഹിക്കുന്നതാണ് കേട്ടോ. അപ്പം ഈ മരം ഭയങ്കര പ്രീഷ്യസ് ആയിട്ടുള്ള ട്രീ ആണ്. അപ്പോൾ നമ്മൾ വാങ്ങിയൊക്കെ വെക്കുമ്പോൾ ഇങ്ങനത്തെ മരം വാങ്ങി വെക്കണം. അപ്പോൾ ഇങ്ങനത്തെ മരം നമ്മൾ വീട്ടിൽ വാങ്ങി വെക്കുന്നതുകൊണ്ട് തന്നെ പറമ്പിൽ വെച്ചു, അതായിരിക്കും നല്ലത്. അപ്പോൾ പിന്നെ മറ്റുള്ളവർക്ക് നാട്ടുകാർക്ക് എളുപ്പമായി ഒന്ന് ചിരണ്ടിക്കൊണ്ട് പോകാൻ, രാത്രിക്കൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ കണ്ടല്ലോ ഇതിൻ്റെ തോലൊക്കെ ചിരണ്ടി. പക്ഷേ ഈ മരത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര തോല് നമ്മളിങ്ങനെ ചിരണ്ടി എടുത്താലും വീണ്ടും അതിന് തോലിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതായത് നമുക്ക് മേല് മുറിഞ്ഞു കഴിഞ്ഞാൽ പുതിയ സ്കിൻ വരുന്ന പോലെ ഇതിനും പുതിയ തോല് വന്ന് ഈ മരം ഇങ്ങനെ തോല് മൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ പുതിയ കൊമ്പുകളൊക്കെ ഇതാ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മുകളിലേക്ക് കണ്ടില്ലേ, മുകളിൽ വരെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അതെ, പക്ഷെ മരം ഒരു ആരോഗ്യത്തോടെ എല്ലാവരും കെയർ ചെയ്യാതെ നിൽക്കുന്നതാണല്ലോ. അപ്പം എല്ലാവരും പിന്നെ ഭയങ്കര കെയറിങ് ആണ്. എങ്ങനെ കെയറിങ് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപദ്രവിച്ചാണ് കെയറിങ് ചെയ്യുന്നത്. അപ്പം ഇത് തോലെടുക്കാനുള്ളതാണ് ഈ ട്രീ, എങ്കിലും അതിനെ ഉപദ്രവിക്കാത്ത രീതിയിൽ എടുക്കണം എന്നാണ് ഗൈസ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ കണ്ടല്ലോ, ഇതതിൻ്റെ ഉണങ്ങിയ ഇലയാണ്, നല്ല സ്മെല്ലാണ്. ഇതിൻ്റെ അടുത്തേക്ക് തന്നെ വരുമ്പോൾ നല്ല മണമാണ്. ട്രീക്കായാലും അതെ, എൻ്റെ ലീഫിനായാലും അതെ. കറുവപ്പട്ട മരം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.